യു വിയുടെ ഒരു പോസ്റ്റ് വായിക്കണം. ആ പോസ്റ്റിൽ കൂടെ ഒരു ചെറിയ റിയാക്ഷൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇതിന് കാരണമായ ഒരു വീഡിയോ അങ്ങോട്ട് കണ്ടല്ലോ. ഏതായാലും പ്രശ്നം കഴിഞ്ഞ് അരിയും തിന്ന് ആശാരിച്ചും കടിച്ചിട്ട് പിന്നെ പട്ടിക്ക് മുറുമുറുപ്പെന്ന് പറയുന്ന കണക്കുള്ള ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. സൂറാത്തായ എന്തായാലും പോലീസ് പൊക്കി. മാത്രമല്ല സുരേഷ് അണ്ണൻ പോയി പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, മൊത്തം ഇസ്ലാമിലുള്ള സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് അണ്ണൻ റെഡിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വാർത്തയൊന്ന് കേൾക്കാം. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ഭേദഗതി ചെയ്യണം, പരിഷ്കരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തക BP സുഹ്റ ജന്തർ മന്ദിറിൽ മരണം വരെ നിരാഹാര സമരം ഇരിക്കുന്നത്. എന്താണ് ഇപ്പോൾ പോലീസിന്റെ അനുമതി ലഭിച്ചോ? പോലീസ് വന്നിട്ട് 1 മണി വരെ ഉള്ളൂ. അവർ പോലീസല്ലേ നേരത്തെ വന്നത്. 1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. സാധാരണ ഇവിടെ തുടരുകയാണെങ്കിൽ, സമയം കഴിഞ്ഞ് തുടരുകയാണെങ്കിൽ അവർ കസ്റ്റഡിയിൽ എടുത്ത് മാറ്റാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റും. ഞാൻ പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ മരണം വരെ നിരാഹാരം കിടക്കണം എന്നുള്ള താല്പര്യം നിർബന്ധമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആവശ്യങ്ങൾ പിന്തുടർച്ചാവകാശം, മുസ്ലിം പേഴ്സണൽ ലോ ഭേദഗതി ചെയ്യണം, പിന്തുടർച്ചാവകാശത്തിന് സ്ത്രീകൾക്ക് തുല്യത വേണം, അതുപോലെയുള്ളതിൽ കുറേ കുട്ടികളുടെ അവകാശങ്ങളുണ്ട്, അതുപോലെ ദത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഈ പിന്തുടർച്ചാവകാശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നീതിപൂർവ്വമായിരിക്കണം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണിത്. അത് ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരും. ഇതിപ്പോൾ മാഡം ഒറ്റയ്ക്കാണോ, അല്ലെങ്കിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആർക്ക് ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ടോ? സംഘടനകളൊക്കെ കേരളത്തിൽ കുറച്ച് പേരൊക്കെ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതുവരെ വന്നില്ല. ഇന്ന് ആനിരാജ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അങ്ങനെ ആനരാജായ ആരണ്ടൊക്കെ വരാന്ന് തള്ളേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ആരും അങ്ങോട്ട് പോയില്ല. ഇനി നമുക്ക് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്രത്തോളം വിഷമത്തോടു കൂടി ഉവൈസ് അണ്ണൻ ഒരു എഴുത്തെഴുതിയിട്ടിരിക്കുകയാണ്. നമുക്ക് വായിക്കാം. ഒരു കൂട്ടം മനുഷ്യരെ നിയമപരമായി പോലും വിവേചിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ആധുനിക സമൂഹമാണെന്ന് അവകാശപ്പെടാനാവുക? പിന്തുണയ്ക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത സമരമാണ് ഈ മുസ്ലിം സ്ത്രീകൾ നയിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അവിടെ സൂറാത്ത മാത്രമേ ഉള്ളൂ. വേറെ സ്ത്രീകളെന്ന് പറയാൻ കുറെ പേരുണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ. ഷാബാനു കേസാണെങ്കിൽ 10 ലക്ഷം പേരാണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് പറയാം. ഇത് തനിച്ച് അവിടെ പോയി കിടന്ന് എനിക്കൊന്ന് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പായും തലേണയും കൊണ്ട് അവിടെ പോയി കിടന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെന്തുവായി പറയുന്നേ? തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവരെ സ്വന്തം സമുദായം പോലും ശത്രുക്കളായി കാണുന്നു. അവർക്കെതിരെ കൊലവിളികൾ ഉയർത്തുന്നു. എന്നാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പുരോഗമന സിംഹങ്ങൾ പോലും ഭയപ്പെടുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ പോലും മുസ്ലിം സംഘടിത ശക്തിയെ ഭയന്നുകൊണ്ട് ഇവിടെ മൗനം പാലിക്കുന്നു. ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ പോലും നമ്മുടെ ഇടതുപക്ഷ ശ്രദ്ധ ശബരിമല അമ്പലത്തിലെ സ്ത്രീകളെ കയറ്റാനാണ്. അതാണ് അവരുടെ സ്ത്രീ വിമോചനം. മുസ്ലിം സ്ത്രീകളുടെ ജീവൻ പ്രശ്നങ്ങളെക്കാൾ പ്രാധാന്യം ശബരിമല അമ്പലത്തിലെ സ്ത്രീകൾ കയറ്റാൻ കിട്ടുന്നത് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ ശേഷി കൊണ്ടാണ്. സംഘടിത ശേഷി ഉപയോഗിച്ച് ജനാധിപത്യ സമൂഹത്തിന്റെ മൂല്യങ്ങളെ പോലും വെല്ലുവിളിക്കാനുള്ള ഫ്രീ ഹാൻഡ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മതവിഭാഗത്തിനും ഉണ്ടായിക്കൂടാ. തുല്യതയ്ക്ക് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ കൊലവിളികളുമായാണ് മുസ്ലിങ്ങൾ നേരിടുന്നത്. UV നവാസിന്റെ ഒരു സംസാരത്തിന്റെ ലിങ്ക് കമന്റിൽ കൊടുക്കുന്നു. അതായത് UV നവാസ് എന്ന് പറയുന്ന വ്യക്തി ഇട്ട ഒരു വീഡിയോയുടെ ലിങ്ക് എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് വല്യപ്പ. ഇനിയിപ്പോൾ ആ പോസ്റ്റിൽ പോയി കാണണം. UV നവാസ് യൂട്യൂബിൽ കൂടെ പ്രസംഗിക്കുകയാണ്. പിന്നെ അല്ല, ഈ പോസ്റ്റ് ഇട്ടവനിക്കും ആ പ്രസംഗിക്കുന്നവനിക്കും ഈ താത്താടെ കൂടെ പോയിക്കൂടായിരുന്നോ? അതെന്തിനാ താത്തായെ ഒറ്റയ്ക്ക് വിട്ടേ? നീ എന്തിനാ വല്ലോരെയും ചോദിക്കുന്നിട? ഇടതുപക്ഷ സർക്കാരോ ബാക്കിയുള്ളവരോ ഒക്കെ വരുന്ന കണക്ക് വരട്ടിടാ. അനക്ക് എന്തിനു? അനക്ക് പോയിക്കൂടായിരുന്നു അവർക്കൊപ്പം. പാവല് താത്തായെ ഒറ്റയ്ക്ക് വിടാൻ പാടുണ്ടോ? ഇസ്ലാം ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. മൊത്തം ഇന്ത്യയിൽ ഇപ്പോൾ ഇസ്ലാം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകൾ മാത്രമാണ്. എന്തെല്ലാം പ്രോബ്ലംസ് നേരിടുന്നുണ്ട് UV എണ്ണ എനിക്ക് അതൊന്നും കണ്ടിട്ടൊന്നും തോന്നുന്നില്ലയോ? ഒരു വിഷമോ ഇല്ലേനു? അതൊന്നും നമ്മുടെ വിഷയമേ അല്ല അല്ലേ? നമ്മുടെ വിഷയം മുഴുക്ക ഇതാ. ഈ തോന്നിവാസങ്ങളൊക്കെ തന്നെ ഫേസ്ബുക്കിൽ എഴുതി വെക്കുമ്പോൾ ഒരു അല്പം കോമൺ സെൻസ് ഉപയോഗിക്കാം. വിധി വരാത്ത ഒരു വിഷയത്തിൽ പോലീസ് ഇടപെടേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ ഇടപെടേണ്ട കാര്യം എന്താ? കോടതിയിൽ നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നു. കോടതിയുടെ വിചാരണയിൽ ഇരിക്കുന്ന ഒരു സംഗതി അവർ അന്വേഷിക്കട്ടെ. അവർക്കൊരു വിധി പുറപ്പെടുവിക്കാമല്ലോ. വിധി നടപ്പിലാക്കിയില്ല എങ്കിൽ ഈ സമരം കൊണ്ട് പ്രയോജനമുണ്ട്. കോടതിയിലിരിക്കുന്ന ഒരു കേസിനെ കൊണ്ട് നടുറൊട്ടി പോയി മലന്ന് കിടന്ന കാര്യം നടക്കൂ? കോടതി വ്യവഹാരം അതുപോലെയല്ലേ നടക്കുള്ളൂ. കോടതിയിൽ നിന്ന് വിധി വന്നാലല്ലേ സാധിക്കേണ്ടു. മറ്റേ ശബരിമല വിഷയം അങ്ങനെയായിരുന്നില്ലല്ലോ. 12 വർഷത്തെ വിധി, 12 വർഷത്തെ പോരാട്ടത്തിൽ വിധി വന്നു. അപ്പോൾ ആ വിധി നടപ്പിലാക്കണമെന്നുള്ളത് ആവശ്യമാണ്. അത് മൗലികാവകാശ ലംഘനമാണ്. ഇനി തിരിച്ച് ഇവർ വിധി കൊണ്ടുവരട്ടെ, നടപ്പിലാക്കി കൊടുക്കും. അത് ബാധ്യതയാണ്, ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ, നിയമമാണ്. ഞാൻ ഇന്നലെയും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉവൈസിന്റെ കുൽസിത കശ്മല ഇത്യാദി കർമ്മങ്ങൾ. മോനെ ഉവൈസേ, അനക്ക് ആദ്യം സ്വന്തം കുടുംബം നന്നാക്കി കൂടെ? എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആദ്യം ഒന്ന് പരിഹരിച്ചൂടെ? അനക്ക് എന്നിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടന്നാൽ പോരായിരുന്നോ? ആരും പോയില്ല എന്ന് കരയുന്ന ഈ പറയുന്ന മുസ്ലിമുകൾ എല്ലാവരും കൂടെ ചേർന്ന് താത്തായി ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടായിരുന്നു? ചേകന്നൂരിയുടെ വലിയ പോയ തങ്ങളാണ് പുള്ളിക്കാരത്തി. ഈ ചേകന്നൂരികളൊക്കെ ചത്തോ? എല്ലാണോ പോയോ? എന്ത് ചെയ്യാ അവരൊക്കെ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയും, അവർക്കൊപ്പം പോയിക്കൂടെ? വാസ്തവത്തിൽ സഫിയയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീയെ എടുത്ത് ദൂരെ കളയുന്നത് കണ്ടപ്പോൾ അവർ മെനക്കെട്ട് അവിടം വരെ പോയി. അറ്റൻഷൻ കിട്ടി. അത്യാവശ്യം വാർത്താ മീഡിയത്തിലൊക്കെ അവരുടെ പേര് വന്നപ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്ന അവർക്കൊപ്പം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പന്ന പോസ്റ്റ് ആയിട്ടാണ് എനിക്കിത് മനസ്സിലായത്. ഇത്രയേ ഉള്ളൂ നീയൊക്കെ.
പ്രസംഗങ്ങളൊക്കെ തന്നെ യൂട്യൂബുകളിലാണ്. അല്ലാതെ ഇറങ്ങി പ്രവർത്തിക്കാൻ നിന്നെയൊന്നും കൊണ്ടാകത്തില്ലല്ലോ. വേറൊരു മഠാനായ ഒരു പട്ടാപ്രാന്തൻ അവിടെ പോയി നിന്നുകൊണ്ട് വെല്ലുവിളിക്കും, ഞാൻ കാല് കുത്തി, അണ്ടി കുത്തി, മറ്റത് കുത്തി ഇറങ്ങി എന്നൊക്കെ. കണ്ണുകളിൽ നോക്കിയാൽ അറിയാം വെപ്രാളം. നീ പേടിക്കല്ലേടാ. എന്തായാലും മുസ്ലിംസ് ഒന്നും കക്കൂസ് പൊളിച്ച് ജയിലിൽ പോകത്തില്ല, താല്പര്യമില്ല. അങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ അവർ പണ്ട് കാണിച്ചിരുന്നു. ഇങ്ങനെയുള്ള ചില കക്കൂസുകൾക്ക് 2 അടിയൊക്കെ പറ്റിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നുള്ളവരൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും അത്യാവശ്യം ബോധ നിലവാരമുള്ള മനുഷ്യരൊക്കെയാണ്. അവർ നല്ലപോലെ തിരിച്ചങ്ങ് പറഞ്ഞു തരുന്നതിനപ്പുറം നിന്നെയൊക്കെ തല്ലി നിന്നെയൊക്കെ പൊളിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുന്നതിലും ഭേദം വേറെ പണിയില്ലേ? ആളില്ലാത്ത സ്ഥലത്ത് തന്നെ കാറ് കൊണ്ടിറക്കുന്നു, അപ്പുറവും ഇപ്പുറവും ഒക്കെ നോക്കുന്നു, പെണ്ണുമ്പിളയെ ആദ്യം ഇറക്കുന്നു, ബാക്കിൽ ഒരു പറ്റം ആളുകളെയും കൊണ്ടുപോകുന്നു, എന്നിട്ട് പെണ്ണുമ്പിളെ ഇറങ്ങി നോക്കുന്നു, ആരുമില്ലെന്ന് മനസ്സിലാക്കുന്നു, അതെന്നെ കണ്ടിന്യൂ. എങ്ങോട്ടാ ഈ യാത്ര? ആരെ തോപ്പിക്കാനാ ഈ യാത്ര? ഈ പുച്ഛം തോന്നുന്നില്ലടാ നിനക്ക്? നീ കണ്ണാടി നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുന്നുണ്ട്. ആരെ തോപ്പിക്കാനാ? എൻ്റെ വാപ്പായമ്മേനെ തോപ്പിക്കാനാ? നിന്റെ കുടുംബത്തിൽ നിന്റെ സഹോദരങ്ങളെ തോപ്പിക്കാനാ? എടാ, വേലി ചാടി നടക്കണം നിന്നെയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്താക്കും, സ്വാഭാവികം. ജോലി ചെയ്ത് ജീവിക്കാത്ത വേലി ചാടി നടക്കണം നിന്നെയും നീ കൊണ്ടുവന്ന എടുക്കാച്ചരക്കിനെയും കൂടെ നോക്കേണ്ടി വരും എന്നുള്ള ഗതികേട് കൊണ്ട് നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്താക്കിയിരുന്നു. ആട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന നീ വലിയ മറ്റവനായി എന്നും എവിടുന്നാ കിട്ടിയ ഒരു കാറും കൊണ്ട് തള്ളിക്കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഹൊണാഹൊണാന്ന് കറങ്ങി കഴിഞ്ഞാൽ അവനെ ഇസ്ലാം മാനത്ത് നിന്ന് താഴോട്ട് വരും എന്നുള്ള സ്വപ്നം നല്ലതാണ് കേട്ടാ. അയ്യോ, ഞാൻ തൊലിഞ്ഞ നിന്നെ സ്വന്തം കിടക്കുന്ന കുറെ മുസ്ലിംസും ഉണ്ട്. ലിയാഖത്ത് ഏറ്റവും നല്ലവനാണ് എന്ന് പറയുന്നവർ, ലിയാഖത്ത് അലി ദ ബെസ്റ്റ് എന്ന് പറയുന്ന കുറെ തൊലിഞ്ഞവന്മാരുണ്ട്. അത് മുസ്ലിംസിലും ഉണ്ട്. അവർക്കുള്ള നല്ല മോശ ഐഡിയ നീ ഇപ്പൊ കൊടുത്തത്, മനസ്സിലായില്ലേ? നീ അവിടെ നല്ല നീ എവിടെ പോയി ഇറങ്ങിയാലും ഒരു പട്ടി പോലും നിന്നെ തിരിച്ചു നോക്കൂല. നീ ചത്ത് കിടന്നാൽ അവിടെ കിടന്ന് പുഴുക്കൂന്നല്ല ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കൂല. അമ്മാതിരി ചൈത്തല്ല നീ ചെയ്തു വെക്കുന്നത്. സ്വന്തം സമുദായം ഇതുപോലൊരു പ്രശ്നത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാതെ ആ തെറ്റിന് കൂട്ടു നിൽക്കുന്നത് പോലെ മൗനം അവലംബിക്കുക മാത്രമല്ല, സ്ത്രീകളെ സംരക്ഷിക്കുന്നു ഇവൻ. നീ ഈ ഉബൈസിന് അവനോടൊരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഇല്ലേ? ഷുറുമി അവ എടുത്തു വെച്ച് അമരാവതിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ സ്ത്രീയെ നിനക്ക് സംരക്ഷിക്കണ്ടേ? ഇവന്മാര് പറയുമ്പോ ഭയങ്കര വർത്താന. സ്ത്രീ സംരക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്ന സ്ത്രീ സംരക്ഷകർ സുറുമി എന്ന സ്ത്രീ സംരക്ഷണം വേണമെന്ന് തോന്നിയില്ലേ? ആ പെൺകുട്ടിയെ യവന്മാരെടുത്തിട്ട് മദ്ദളം കൊട്ടുന്ന കണ്ടപ്പോഴത്തേക്ക് ഉബൈസിന് അണ്ണാക്കിൽ പിരിവെട്ടിയോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്, സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെയൊക്കെ അജണ്ട എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, നമുക്ക് അറിയത്തില്ലല്ലോ. ഈ സുറുമി വിഷയം എന്താണെന്ന് കൺഫ്യൂഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാം. സുറുമി എന്ന് പറയുന്ന കുട്ടി എക്സ് മുസ്ലിം ആയിട്ട് ഇവർക്കൊപ്പം ചേർന്ന് നിന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ നന്നായിട്ടൊന്ന് അപമാനിച്ചിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു വേട്ടാവളിയെ. അപ്പോ എക്സ് മുസ്ലിം സംഘടനയുടെ നേതാവായ ലിയാഖത്ത് അലിയോടും ലിയാഖത്ത് അലിയുടെ പെണ്ണുമ്പിളയോടും ലിയാഖത്ത് അലിയുടെ സെക്രട്ടറിയായ, അതായത് എക്സ് മുസ്ലിം സംഘടനയുടെ സെക്രട്ടറിയായ സഫിയ ബീവിയോടും പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് ഇഗ്നോർ ചെയ്യുക മാത്രമല്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാർക്കൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഉവൈസിന് ഈ ഒരു സംഗതിയിൽ എന്താണ് പറയാനുള്ളത്? അവിടെ നിങ്ങൾക്ക് സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് തോന്നിയില്ലേ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ഇത്രയധികം മോശമായ രീതിയിൽ അവഹേളിക്കപ്പെട്ടിട്ട് താങ്കൾക്ക് അവരെ സംരക്ഷിക്കണമെന്ന് തോന്നിയില്ലേ? ലിയാഖത്ത് അലി പിന്നെ പാട്ട് മൈൻഡ് ചെയ്തില്ല. പകരം അയാളും അയാളുടെ പെണ്ണുമ്പിളയും കൂടെ ചേർന്ന് ഫേസ്ബുക്കിൽ കൂടെ ഭയങ്കരമായിട്ട് എഴുത്തുകൾ എഴുതി സുറുമി എന്ന പെൺകുട്ടിയെ എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം അവഹേളിക്കുക മാത്രമല്ല, സഫിയയും വേറൊരു ഷെറിനും കൂടെ ചേർന്ന് സാമ്പത്തിക തട്ടിപ്പുകാരിയാണെന്ന് വരെ വരുത്തി തീർത്തു. എന്തൊക്കെ ചെയ്യാമോ സുറുമിയെ അത്രത്തോളം മോശപ്പെടുത്തി, അത്രത്തോളം അവഹേളിച്ചിട്ടാണ് ഈ വായ്ത്താരി അടിക്കുന്നതെന്നുള്ളതാണ് ചുരുക്കം. സ്ത്രീകളെല്ലാം തന്നെ പരാതി പറഞ്ഞുകൊണ്ട് ക്ലബ് ഹൗസുകളിൽ ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാരെ കൊണ്ട് സെക്ഷൽ ഹറാസ്മെന്റ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. ഫ്രീ സെക്സിനും ഇതുപോലെ തോന്നിവാസിയായി നടക്കുന്ന പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സാമ്രാജ്യം തകർന്നു വീഴാൻ അധിക ദിവസമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ കുറെ എച്ചും വയ്യും ഇറങ്ങിയിരിക്കുകയാണ് നാട് നന്നാക്കാനെ കൊണ്ട്. 2016 കൊടുത്ത കേസിന് എപ്പോഴാന്ന് വെച്ചാൽ വിധി വരും. അപ്പൊ അതുപോലെ അങ്ങ് നടപ്പിലാക്കും. ഇവിടെ ആർക്കും ആരുടെയും സ്വത്തും പുത്തുമൊന്നും വേണ്ട. ഇല്ലാത്തൊരു പ്രശ്നം കുത്തിപ്പൊക്കി എങ്ങനെ ഏത് ലൂപ്പ് ഹോളിൽ കൂടെ അവരെ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ചീന വർഗം എന്നതിനപ്പുറം നിനക്കൊക്കെ എന്ത് വാല്യൂ ആണ് സമൂഹം കൊടുക്കുന്നത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാണ് ഓരോ കുടുംബങ്ങളിലും കയറി ചോദിക്കുക. ഇനി അല്ലാതെ തന്നെ ഒരു യൂണിറ്റി ഉണ്ട്. കുട്ടികൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഠിക്കാനോ അതേപോലെ വിവാഹത്തിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കും. എന്തിനാണ് വിവാഹത്തിന് പൈസ? എന്തർത്ഥത്തിലാണ്? ഞാൻ പറയുന്നത് ഇതൊക്കെ നിർത്തി കുട്ടികളെ പഠിപ്പിച്ച് നല്ല എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ഇതുപോലുള്ള കാടത്തങ്ങൾ വിട്ടുകളയുകയാണ് വേണ്ടത്. അവരുടെ യൂണിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത വിഷമം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ജോലി ചെയ്യാൻ വയ്യാതെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കള്ള ബടുക്കൂസ് ന്യായം കൊണ്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട് യൂട്യൂബിൽ കൂടെ ഇരുന്നാണ് അവർ ഇപ്പോൾ റിനോവേഷൻ നടത്തുന്നത്, അല്ല റിഫോർമേഷൻ നടത്തുന്നത്. ലോകം ഇപ്പോൾ അങ്ങോട്ട് നന്നാക്കി എടുത്തു കളയെല്ലാം കൂടെ ചേർന്ന്. ആദ്യം നിങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികളെ എങ്കിലും ഒന്ന് സംരക്ഷിക്കാൻ നോക്കുക. അല്ലാതെ ഇതും കൊണ്ട് ചെന്ന് മുസ്ലിമിന്റെ തലയിടുന്നതിന് പകരം നീയൊക്കെ തന്നെയല്ലേ നിന്റെ കൂട്ടത്തിൽ വന്ന പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത്? അതിനാദ്യം ഒരു പരിഹാരം ഉണ്ടാക്കടാ വയസ്സേ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളിടത്തോട് തൊലിഞ്ഞു വലിഞ്ഞ് കയറാം. അറിഞ്ഞുകൂടാത്ത വിട്ടിത്തരം പറയുന്ന നിനക്ക് ഇതിൽ കൂടുതൽ മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്.